മിക്കവാറും എല്ലാ വർഷവും മംഗളവാർത്ത തിരുനാൾ നോമ്പ് കാലത്താണ് വരുന്നത്. മാർച്ച് 25 തിരുനാളിന്റെ ഡേറ്റ്. കൃത്യം 9 മാസം കഴിയുമ്പോൾ ഡിസംബർ 25 ഈശോ പിറക്കുന്നു. അതാണ് ഇതിന്റെ കാൽക്കുലേഷൻ. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് പുറത്തേക്ക് വരുന്ന കാലം 9 മാസക്കാലം. നോമ്പ് കാലത്ത് മംഗളവാർത്തയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമാണോ? ഉചിതമാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ അതേ ശരീരമാണ് കുരിശിൽ തകർക്കപ്പെടുന്നത്, കുരിശിൽ മരണത്തെ പുൽകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ മംഗളവാർത്തയുടെ അനുഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവം നമ്മളെ തേടി ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ഏറ്റവും വലിയ കാര്യങ്ങൾ ദൈവം ആരംഭിക്കുന്നത് ഒഴിവാക്കപ്പെട്ടവരിൽ നിന്ന്, അവഗണിക്കപ്പെട്ടവരിൽ നിന്ന്, മറച്ചു വെക്കപ്പെട്ടവരിൽ നിന്നാണ്. അപ്പൊ നീ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളല്ല, അത്ര പ്രാധാന്യം നിനക്ക് ലഭിക്കുന്നില്ല, സാരമില്ല. ഒരു മംഗളവാർത്തയിൽ കാര്യങ്ങളെല്ലാം മാറും. നസ്രത്തിൽ ഒരു സാധാരണ പെൺകുട്ടിയിലേക്കാണ് മംഗളവാർത്തയുടെ സന്ദേശം എത്തിയത്. എന്നിട്ട് ഗബ്രിയേൽ മാലാഖ വിളിക്കുന്ന പേര് ഫുൾ ഓഫ് ഗ്രേസ്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ചരിത്രത്തിൽ ഒറ്റപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് ഈ മംഗളവാർത്ത എന്ന് വിചാരിക്കരുത്. അല്ല, നൂറ്റാണ്ടുകളായി ഇതിനു വേണ്ടി മനുഷ്യര് ഒരുക്കപ്പെടുകയായിരുന്നു. മറിയം മിശിഹായെ ഉദരത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പേ മിക്കവാറും എല്ലാ വർഷവും മംഗളവാർത്ത തിരുനാൾ നോമ്പ് കാലത്താണ് വരുന്നത്. മാർച്ച് 25 തിരുനാളിന്റെ ഡേറ്റ്. കൃത്യം 9 മാസം കഴിയുമ്പോൾ ഡിസംബർ 25 ഈശോ പിറക്കുന്നു. അതാണ് ഇതിന്റെ കാൽക്കുലേഷൻ. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് പുറത്തേക്ക് വരുന്ന കാലം 9 മാസക്കാലം. നോമ്പ് കാലത്ത് മംഗളവാർത്തയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമാണോ? ഉചിതമാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ അതേ ശരീരമാണ് കുരിശിൽ തകർക്കപ്പെടുന്നത്, കുരിശിൽ മരണത്തെ പുൽകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ മംഗളവാർത്തയുടെ അനുഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവം നമ്മളെ തേടി ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ഏറ്റവും വലിയ കാര്യങ്ങൾ ദൈവം ആരംഭിക്കുന്നത് ഒഴിവാക്കപ്പെട്ടവരിൽ നിന്ന്, അവഗണിക്കപ്പെട്ടവരിൽ നിന്ന്, മറച്ചു വെക്കപ്പെട്ടവരിൽ നിന്നാണ്. അപ്പൊ നീ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളല്ല, അത്ര പ്രാധാന്യം നിനക്ക് ലഭിക്കുന്നില്ല, സാരമില്ല. ഒരു മംഗളവാർത്തയിൽ കാര്യങ്ങളെല്ലാം മാറും. നസ്രത്തിൽ ഒരു സാധാരണ പെൺകുട്ടിയിലേക്കാണ് മംഗളവാർത്തയുടെ സന്ദേശം എത്തിയത്. എന്നിട്ട് ഗബ്രിയേൽ മാലാഖ വിളിക്കുന്ന പേര് ഫുൾ ഓഫ് ഗ്രേസ്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ചരിത്രത്തിൽ ഒറ്റപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് ഈ മംഗളവാർത്ത എന്ന് വിചാരിക്കരുത്. അല്ല, നൂറ്റാണ്ടുകളായി ഇതിനു വേണ്ടി മനുഷ്യര് ഒരുക്കപ്പെടുകയായിരുന്നു. മറിയം മിശിഹായെ ഉദരത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പേ